സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡിംഗ് എന്നിവയിൽ നിക്ഷേപകരും ട്രേഡേഴ്സും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റായ ശ്രീ മനോജ് അശോക് കുമാറാണ്. ഓഹരി വിപണിയിൽ 25 വർഷത്തിലേറെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് ശ്രീ മനോജ് അശോക് കുമാർ. ഫിനാൻസിലും സൈക്കോളജിയിലും ക്വാളിഫിക്കേഷനുള്ള അദ്ദേഹം ബിഹേവിയറൽ ഫിനാൻസിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും ട്രേഡിങ്ങിനെ കുറിച്ചുമൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നേരത്തെ പറഞ്ഞൊരു വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് ഈ സെബിയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ചും ഈ 91% ആൾക്കാരും, പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നവര് ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നേരത്തെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയാം? ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ലിവറേജ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ലിവറേജ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ 1000 രൂപ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാം, 5000 രൂപ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 1000 രൂപ കൊണ്ട് 5000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അത് അത്രയും ഫെസിലിറ്റി നിങ്ങളുടെ ബ്രോക്കറും എക്സ്ചേഞ്ചും റെഗുലേറ്ററി അതോറിറ്റീസും കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിക്കൊരു ഞാൻ 1000 രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്നു. 1000 രൂപയുടെ അവരുടെ അടുത്ത് മാർജിൻ കൊടുക്കുമ്പോൾ എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് 5000 രൂപയ്ക്കാണ്. 5000 രൂപയ്ക്ക് എനിക്ക് 10% പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ചോളൂ. എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 500 രൂപയാണ്. ഓക്കെ, 500 രൂപ എന്ന് പറയുന്നത് എന്റെ ഒറിജിനൽ 1000 രൂപ ഉള്ള എന്റെ അടുത്ത് 1500 മാറി. അത് 3, 4, 5 ദിവസം കൊണ്ട് 1000 1500 മാറി. മറ്റേ സൈഡ് നോക്കിയുള്ളൂ, 10% ലോസ് വരുന്നു. 10% ലോസ് വരുന്ന 5000-ലാണ്. അപ്പൊ 5000-ൽ നിന്ന് അത് 1000-ലോട്ട് വരുമ്പോൾ എന്റെ ഒറിജിനൽ ക്യാപിറ്റലിലോട്ട് വരുമ്പോൾ 500 രൂപയായിട്ട് പറയുന്ന 50% ക്യാപിറ്റൽ പോയി. അപ്പൊ ആളുകള് ഈ പ്രോഡക്റ്റിനെ കുറിച്ച്, ഈ ലിവറേജ് പ്രോഡക്ട്സിനെ കുറിച്ച്, ഓപ്ഷൻസിനെ കുറിച്ച്, ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ അങ്ങ് ട്രേഡ് ചെയ്യുക എന്നുള്ളത് ഒരു ലോട്ടറി പോലെ. ആരുടെ വേണമെങ്കിൽ താങ്കൾ ചോദിച്ചോളൂ, അവർക്ക് പ്രോപ്പർ ട്രേഡ് പ്ലാൻ കാണില്ല, ട്രേഡ് ജേർണൽ കാണില്ല, റിസ്ക് മാനേജ്മെന്റ് മെത്തേഡ് കാണില്ല, ഈവൻ ഓപ്ഷൻസ്, ഗ്രീക്സ്, ഓപ്ഷൻ സ്ട്രാറ്റജീസ്, വലിയൊരു ഏരിയയാണ് ഓപ്ഷൻസ്, വലിയൊരു ഏരിയയാണ് ഓപ്ഷൻസ്. ഇതൊന്നും മനസ്സിലാക്കാതെ ലോട്ടറി എടുക്കുന്ന പോലെ 10000 രൂപയുടെ എന്തെങ്കിലും മേടിച്ചു. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും 10000 രൂപ 2 ലക്ഷമായിട്ട് മാറും. അങ്ങനെ ഇൻസ്റ്റൻസ് കാണിക്കാൻ പറ്റും നമുക്ക്. ഡാറ്റ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഇൻസ്റ്റൻസ് കാണിക്കാൻ പറ്റും. എന്റെ 2000 രൂപ 2 ലക്ഷമായ ഇൻസ്റ്റൻസ് എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. പക്ഷെ 99% ഓഫ് ദ ടൈം ഈ 2000 രൂപ 0 മാറുക ചെയ്യുന്നത്. പ്രോപ്പർ പ്ലാനിങ് ഇല്ല, പ്രോപ്പർ നോളജ് ഇല്ല. അത് വലിയൊരു ഇഷ്യൂ ആണ് ആളുകളുടെ. പിന്നെ ഇതിനകത്ത് ഈ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടാണ് കളിക്കുന്നത്. നമുക്കറിയാം ജെയിൻ സ്ട്രീറ്റ്, അധികം അങ്ങോട്ട് പോകാൻ ടൈമിന്റെ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. ഇപ്പൊ ജെയിൻ സ്ട്രീറ്റ് എങ്ങനെയാണ് ഇവർ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? അവിടെ ഇൻഡിവിജ്വൽസ്, സാധാരണക്കാർ, നമ്മളെ പോലുള്ള സാധാരണക്കാർ കൊണ്ട് പണം കൊടുത്തിട്ട് ഈ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ F&O എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് സാധനമാണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ F&O ആണ് ട്രേഡിംഗ്. ഇക്വിറ്റി ഓക്കെ, പക്ഷെ ഇക്വിറ്റി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, F&O നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. F&O വളരെ വളരെ ഡേഞ്ചറസ് ഒരു സംഭവം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണാലിറ്റി, നിങ്ങളൊരു ട്രേഡർ അല്ലെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ കാര്യം. അത് മനസ്സിലാക്കാൻ ഞാനിപ്പോ ട്രേഡ് ചെയ്യാനുള്ള ആ ഒരു പേഴ്സണാലിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡിങ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ എന്തിനാണ് ട്രേഡ് ചെയ്യുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല്, ഇപ്പൊ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്കുണ്ട്. ഞാൻ കഴിയുന്ന ഒരു ഭക്ഷണമുണ്ട്, ഞാൻ കഴിയുന്ന വസ്ത്രമുണ്ട്, ഞാൻ എന്റെ പാർപ്പിടമുണ്ട്, ഞാൻ ഓടിക്കുന്ന വണ്ടിയുണ്ട്. ഇങ്ങനെ എന്റെ ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. ഈ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ആക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനെക്കുറിച്ച് വളരെ വളരെ വ്യക്തത വേണം. ഓക്കെ, ഞാൻ എന്ത് കഴിക്കുന്ന കേരളത്തിലെ ഭക്ഷണം അത് തന്നെ ഞാൻ കഴിക്കുന്നുള്ളൂ. അത് വിട്ടിട്ട് ഞാനിപ്പം അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമുക്കത് പറ്റുകയില്ല, ദഹിക്കുകയില്ല, ഇഷ്ടമല്ല. ഓക്കെ, അപ്പം എല്ലാം നമുക്ക് ഒരിക്കലും വീടുണ്ട്, ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിനേക്കാളും വലിയ 8 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് എനിക്ക് താമസിക്കണം. അതിനെക്കുറിച്ച് താമസിക്കണം. ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലാതെ ട്രേഡിങ് ഞാൻ എല്ലാവരും ചെയ്യുന്നത് കൊണ്ടാണ്. അത് നമുക്ക് വ്യക്തമായ ധാരണ ഓരോ താങ്കളുടെ പ്രേക്ഷകനും വേണം. എന്നിട്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ എടുക്കാനായിട്ട്. നേരത്തെ പറഞ്ഞ ബിഹേവിയറൽ ഫിനാൻസിനെ കുറിച്ച് എന്താണ് ഈ ബിഹേവിയറൽ ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ട്രേഡിംഗിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ അത്
അതിന് എന്തുമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് കൂടി പറയാമോ? ബിഹേവിയറൽ ഫൈനാൻസ് എന്ന് നമ്മൾ പറയുന്നത് സൈക്കോളജിയിലും ഫൈനാൻസും തമ്മിലുള്ള ഒരു കണക്ടിവിറ്റിയാണ്. ഓക്കെ, അത് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മളും പണവും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അതിന്റെ പഠനമാണ് ബിഹേവിയറൽ ഫൈനാൻസ്. അതുപോലെ നമ്മുടെ ചെലവുകൾ, ആ ചെലവുകൾ മറ്റേ വെസ്റ്റേൺ ബിഹേവിയറൽ ഫൈനാൻസ് അത്ര ഇതായിട്ട് വരുന്നില്ല. പക്ഷെ ഞാൻ അതിനകത്തും കൂടെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ആ ട്രേഡിംഗ് മാത്രമല്ല, ട്രേഡിംഗ് ബിഹേവിയറൽ ഫൈനാൻസിന്റെ ഒരു പാർട്ട് മാത്രമാണ്, ഒരു ആക്ടിവിറ്റിയാണ് ട്രേഡിംഗ്. അതല്ലാതെ തന്നെ ഇപ്പൊ നിങ്ങൾ വല്ലാതെ കടം കയറി ബുദ്ധിമുട്ടി ഇങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട്. EMI കൊടുത്ത് ആ EMI ഇങ്ങനെ കൊടുത്ത് അവർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ചെലവ് കുറയ്ക്കുക, വരവ് കൂട്ടുക എന്നുള്ളത് ഷുവർലി ഒരു ഇതാണ്. പക്ഷേ ഇപ്പൊ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ വെളിയിലോട്ട് വരാൻ പറ്റും? അതൊരു ബിഹേവിയറൽ ഫൈനാൻഷ്യൽ ക്വസ്റ്റൻ ആണ്. എന്തുകൊണ്ട് നമ്മൾ ഓവർ സ്പെൻഡ് ചെയ്യുന്നു? അതൊരു അതൊരു ബിഹേവിയറൽ ഫൈനാൻസ് ക്വസ്റ്റൻ ആണ്. എന്തുകൊണ്ട് നമ്മൾ ഇന്ന പർട്ടിക്കുലർ പ്രോഡക്റ്റ് മേടിക്കുന്നു, ഇത് മേടിക്കുന്നില്ല? ഇങ്ങനെയുള്ള നമ്മളും പണവും നമ്മുടെ കൺസംഷനും നമ്മുടെ സ്വഭാവവും തമ്മിലുള്ള ബന്ധമാണ് ബിഹേവിയറൽ ഫൈനാൻസ്. ആക്ച്വലി ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ വലിയൊരു സബ്ജക്റ്റ് ഉണ്ട്, വലിയൊരു ഏരിയ ഉണ്ട്. ഈ ഗവൺമെന്റ്സ് ഡിസിഷൻസ് എടുക്കും, ബഡ്ജറ്റിന്റെ ഡിസിഷൻ, ഇപ്പം ഈ പണം ഹെൽത്ത് സെക്ടറിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുന്നത് ബിഹേവിയറൽ എക്കണോമിക്സ് വെച്ചിട്ടാണ്. ഇതിനകത്ത് പബ്ലിക്, പർട്ടിക്കുലർ വോട്ട്സിനൊക്കെ വേണ്ടിയിട്ട് പബ്ലിക് എത്ര ഇതിനകത്ത് ഇത് അക്സെപ്റ്റ് ചെയ്യില്ല, ഇങ്ങനെയുള്ള പബ്ലിക് പോളിസീസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഇതാണ് ബിഹേവിയറൽ എക്കണോമിക്സ്. സൈക്കോളജിയും എക്കണോമിക്സും അതിന്റെ ഒരു പാർട്ടാണ് ബിഹേവിയറൽ ഫൈനാൻസ്. ഈ ബിഹേവിയറൽ ഫൈനാൻസിന്റെ ഒരു പാർട്ടാണ് ട്രേഡിംഗ് സൈക്കോളജി. ചുരുക്കത്തിൽ ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് അല്ലേ? 100% എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്, നമ്മൾ അറിയുന്നില്ല. ഫോർ എക്സാമ്പിൾ ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ഫോമോ എന്നും പറയും. ഇപ്പൊ ട്രേഡിംഗ് ഇരിക്കുമ്പോ എന്റെ അവസരം പോകും, എനിക്ക് കിട്ടില്ല, എന്റെ പോയി എനിക്ക് ഫോമോ ഉണ്ടോ കേട്ടോ. ട്രേഡിംഗ് നമ്മൾ ചെയ്യാത്തതുകൊണ്ട് അതൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഫോമോ കൊണ്ടിട്ടാണുള്ളത്. ഇപ്പം 10 മണിക്ക് ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 8 മണിക്ക് തന്നെ പോയി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കും. ട്രെയിൻ ഓട്ടോ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഊബർ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? കൊച്ചി ഇപ്പൊ ഞാൻ കൊച്ചിയിലേക്ക്, സാധാരണ ബാംഗ്ലൂർ കൊച്ചി 2 സ്ഥലത്താണ് ഉള്ളത്. ഇപ്പൊ ഞാൻ കൊച്ചിയിലാണ് ഉള്ളത്. അവിടുത്തെ ഊബർ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല. അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് നടന്ന 15 മിനിറ്റ് നടന്ന റെയിൽവേ സ്റ്റേഷനിലെത്തും. എന്നാലും ഇങ്ങനെ നമ്മളെ ഇത് വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ഫോമോ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ അത് എനിക്കിപ്പോ അറിയാം, എനിക്കതുണ്ട്, അതറിയാം. ഇപ്പൊ ഞാൻ 10 മണിക്കുള്ള ട്രെയിനിന് വേണ്ടി 8 മണിക്ക് എത്താറില്ല, പക്ഷെ 9 മണിക്ക് എപ്പോഴും ഞാൻ എത്താറുണ്ട്. അപ്പൊ ഈ ട്രേഡേഴ്സിനെ എഫക്ട് ചെയ്യുന്ന ഒരു സംഭവം അത്. എന്റെ ചാൻസ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തില്ല, എന്റെ ചാൻസ് പോയി, ഇപ്പൊ കയറണം, ഇപ്പൊ മേടിക്കണം. അത് ഒരു സൈക്കോളജി പ്രശ്നം. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രശ്നങ്ങളുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് 2 തരം തിങ്കിങ് ഉണ്ട്, 2 രീതിയിലാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒന്ന് സിസ്റ്റം 1 തിങ്കിങ് എന്ന് പറയും, 2 സിസ്റ്റം 2 തിങ്കിങ് എന്ന് പറയും. ഓക്കെ, സിസ്റ്റം 1 തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഡ്രൈവ് ചെയ്യാന്ന് വെച്ചു, പെട്ടെന്നാണ് ബട്ടൺ ചാടി, നമ്മൾ ബ്രേക്ക് അടിക്കാം, നമ്മൾ ആലോചിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്നുവെച്ചാൽ എല്ലാം ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല, അതിനുള്ള കപ്പാസിറ്റി ബ്രെയിൻ ഇല്ല. അപ്പൊ ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാറില്ല, അങ്ങ് കയറി ഡിസിഷൻ എടുത്തിട്ട് പോവാം. പക്ഷെ രണ്ടാമത്തെ ഒരു ടൈപ്പാണ് സിസ്റ്റം 2 തിങ്കിങ്. സിസ്റ്റം 2 തിങ്കിങ്ങിൽ വളരെ ആലോചിച്ച് കണ്ട് കിട്ടിയ എല്ലാ പ്രോബിലിറ്റീസും ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ട്രേഡിംഗിലായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ ലൈഫിലായിക്കോട്ടെ ഏത് തരം തിങ്കിങ് ആണ് യൂസ് ആകുന്നത്, അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ട്രേഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം 2 തിങ്കിങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സിസ്റ്റം 1 തിങ്കിങ് ഞാൻ എന്തോ എന്റെ മുമ്പിൽ വന്നോ ഞാൻ അപ്പൊ തന്നെ അതിനകത്ത് റെസ്പോൺസ് ചെയ്തു. അങ്ങനെ ഒരു ആളാണെന്നുണ്ടെങ്കിൽ അത് വലിയ ലോസിലേക്ക്, നാശത്തിലേക്ക് പോകും. ഈ ട്രേഡിങ്ങും റിലേഷൻഷിപ്പും എല്ലാം ട്രേഡിംഗ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, എല്ലാം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇങ്ങനെയുള്ളൊരു വളരെ ഡീപ്പായിട്ടുള്ള സ്റ്റഡിയാണ് ബിഹേവിയറൽ ഫൈനാൻസും ട്രേഡിംഗ് സൈക്കോളജിയും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള മറ്റു ചോദ്യം ഇതാണ്, ഈ ട്രേഡിങ്ങിലാണെങ്കിൽ ഈ ട്രേഡേഴ്സിന്റെ ഒരു ആങ്സൈറ്റിയും അവരുടെ സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാൻ ഒരു പരിധിവരെയെങ്കിലും ഈ ബിഹേവിയറൽ ഫിനാൻസിന് സാധിക്കുമോ? രണ്ട് കാര്യങ്ങളായിട്ടുള്ളത്. ആദ്യം തന്നെ ട്രേഡിംഗ് ഒരു പ്രൊഫഷൻ ആണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിനുവേണ്ട സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമത് എനിക്ക് പ്രോപ്പർ ഒരു റിസ്ക് മാനേജ്മെന്റ്
മെത്തേഡ് വേണം. ഇപ്പോ ഡേ ട്രേഡ് ആണ്, 3-4 ട്രേഡിംഗ് ഉണ്ടല്ലോ താങ്കൾക്ക് അറിയാവുന്ന പോലെ. ഒന്ന് സ്കാൽപ്പിംഗ് എന്ന് പറയും, കുറച്ച് 5-10 മിനിറ്റത്തേക്ക് ട്രേഡ് ചെയ്യും. കുറെ ട്രേഡ് എടുക്കും അവര്, 10, 30, 40, 50 ട്രേഡ് ഒക്കെ ഒരു ദിവസം തന്നെ എടുക്കും. ഞാനത് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല, പ്രിഫറൻസ് ചെയ്യാറില്ല. അത് ബ്രോക്കറിന് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് സ്കാൽപ്പിംഗ്. പിന്നെ ഡേ ട്രേഡ് എന്ന് പറയും, ദിവസം 1-2 ട്രേഡ് ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ട് അത് ചെയ്യും. മൂന്നാമത് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയും, ഒരാഴ്ചത്തേക്കോ മൾട്ടി ഡേയ്സിനായിട്ട് അവർ ട്രേഡ് എടുക്കും. ഓക്കെ. നാലാമത് പൊസിഷൻ ട്രേഡിംഗ് എന്ന് പറയും, എടുത്തു വെച്ചിട്ട് ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ വരെ അവരത് വെച്ചുകൊണ്ടിരിക്കും. ഫൈനലി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇതാണ് 4-5 കാറ്റഗറി ഉള്ളത്. ആദ്യം തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയാണെന്ന് നിങ്ങൾ ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ഇപ്പൊ ഞാൻ സ്കാൽപ്പറായിട്ട് ചിലപ്പോൾ സ്കാൽപ്പിങ്ങിന് നേരെ ഓക്കെ, എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പ്രോഫിറ്റ് കിട്ടില്ല, ഡേ ട്രേഡറായിട്ട് മാറും, വൈകുന്നേരം വരെ നോക്കാം. ഡേ ട്രേഡറായിട്ട് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച് കിട്ടുന്നില്ല, എന്നാൽ ഞാൻ തന്നെ സ്വിംഗ് ട്രേഡറായിട്ട് മാറുന്നു, ഞാൻ തന്നെ അങ്ങനെ നമ്മൾ അങ്ങനെ ഇതാണ് ട്രേഡേഴ്സിനെ പറ്റുന്ന ഏറ്റവും വലിയ ഒരു അബദ്ധം. ഒരു കാര്യം കൂടെ പറയാം, ഈ സൈക്കോളജിയില് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് നിങ്ങൾ എന്നുള്ളത് വ്യക്തമായിട്ട് ഡിസൈഡ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, ഈ സൈക്കോളജിയില് ഈ ലോസ് അവേർഷൻ എന്ന് പറയും. ഈ നമുക്ക് ലോസിൽ ഉണ്ടാകുന്ന പെയിൻ ഉണ്ടല്ലോ, ദുഃഖം, അത് പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന ദുഃഖത്തെക്കാൾ 100 ഇരട്ടിയാണ്. അപ്പൊ അങ്ങനെ വിഷമം എനിക്ക് ഉണ്ടാകാനായിട്ട് ഞാൻ ലോസ് എടുക്കത്തില്ല. ലോസ് എടുക്കുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ലോസ് നോക്കിയിരിക്കും എടുക്കത്തില്ല. തിരിച്ചു വരും. ഇതാണ് ട്രേഡേഴ്സിന് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അബദ്ധം. അപ്പം ട്രേഡിംഗ് സൈക്കോളജി ഉപയോഗിച്ച് നമുക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ വിപണി സാഹചര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ മാറുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള മാസങ്ങളിൽ പൊതുവെ മാർക്കറ്റ് മൂവ്മെന്റ് എങ്ങോട്ടായിരിക്കും? അതിനെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് താങ്കൾ വിലയിരുത്തുന്നത്? കഴിഞ്ഞിട്ട് 4-5 മാസമായിട്ട് ഞാൻ പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് കഴിയുന്നതും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുമെങ്കിൽ ഒഴിഞ്ഞു നിൽക്കുക. ഒന്നും പ്രഡിക്റ്റബിൾ അല്ല, ഒരു രീതിയിലും പ്രഡിക്റ്റബിൾ അല്ല. മാർക്കറ്റിന് 3 തരം മൂവ്മെന്റ് ആണ്. ഒന്ന് അപ്വേർഡ് മൂവ്മെന്റ്, മേലോട്ട് പോകാം. 2 ഡൗൺവേർഡ് മൂവ്മെന്റ്, 3 സൈഡ് ബേസ് മൂവ്മെന്റ്. ഈ 3 തരം മാർക്കറ്റ് സ്ട്രക്ചർ ഉള്ളത്. ഈ മാർക്കറ്റ് സ്ട്രക്ചർ തന്നെ എക്സ്പേർട്സിനെ പോലും ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട്. ഇന്നലെയും എന്തൊക്കെയോ അറ്റാക്ക് നടന്നു, എപ്പം US അറ്റാക്ക് ചെയ്യുന്നു, എപ്പം അറ്റാക്ക് ചെയ്യുന്നില്ല, ഒരു പിടിയില്ലാത്തൊരു ഒരു സിറ്റുവേഷൻ ആയത്. അപ്പൊ നിങ്ങൾ വളരെ കോൺഷ്യസ് ആയിട്ടിരിക്കുക. ഇനി ട്രേഡ് ചെയ്യണം എന്ന് തന്നെ ഉണ്ടെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുക. ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇന്നുള്ളത്. എനിക്ക് പറയാനില്ല, 24,400 നിഫ്റ്റിയുടെ കാര്യം പറയുന്നത്. 24,400 അടുത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് മേളിൽ കഴിഞ്ഞിട്ട് ക്ലോസ് ആകുന്നുണ്ട്, പിന്നെയും രണ്ടാമതൊരു ബുൾ റൺ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയൊന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉള്ളത്. ഈ ട്രംപ് വല്ലാത്തൊരു ഇൻകൺസിസ്റ്റൻസിയാണ് കൊണ്ടുവരുന്നത്. തുറന്നു പറഞ്ഞാല് ഇനി എനിക്ക് തോന്നുന്നു കുറച്ചാളും കൂടെ സഹിക്കേണ്ടി വരുമായിരിക്കും. കുറച്ച് 5-6 മാസം കൂടെ കഴിഞ്ഞാൽ തീരുമെന്ന് തോന്നുന്നു. പുള്ളിയുടെ പ്രസിഡൻസി തീരുമെന്ന് തോന്നുന്നു. വലിയൊരു തകർച്ചയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ലല്ലോ. തകർച്ചയിലേക്ക് പോകുന്നില്ല. തകർച്ചയെ നമ്മളെ സംബന്ധിച്ചുള്ള ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഒരു ഡിറക്ഷൻ കിട്ടിയ എനിക്കത് ഓപ്പർച്യൂണിറ്റിയാണ്. ഒന്നെങ്കിൽ മേളിൽ പോകണം, താഴെ 2 ഓപ്പർച്യൂണിറ്റിയാണ്. ഒന്ന് എനിക്ക് സെല് ചെയ്യാം, എന്നിട്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് മേടിക്കാം. ഓക്കെ. അല്ലെങ്കിൽ മാക്സിമം താഴെ വന്നു കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ട. എനിക്ക് ഒരുപാട് ഓവർ സോൾഡ് ആയി തോന്നിയാൽ അവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. അത് സംഭവിക്കുന്നില്ല. ഈ 23,700-800 വരുന്നു, പിന്നെ 24,200 ജമ്പ് ചെയ്യുന്നു, പിന്നെ ചടൽ 23,000 ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കുറെ ഒരു 5-6 മാസമായിട്ട്. അതൊരു വല്ലാത്തൊരു സംഭവം. അത് മാത്രമല്ല, ഇപ്പൊ എ കാരണം നമ്മുടെ IT സ്റ്റോക്കൊക്കെ തകർന്നടിച്ചു. അപ്പൊ അതൊക്കെ പൊങ്ങിയെങ്കിലും നമുക്കറിയില്ല. HDFC ബാങ്ക് വല്ലാത്തൊരു ട്രബിളിലാണ്. HDFC ബാങ്ക് കുറെ അവരുടെ മേർജർ കഴിഞ്ഞിട്ട് നമുക്കൊരു ഇത് കിട്ടുന്നില്ല. ഇങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ നല്ല സ്റ്റോക്സ് ഉണ്ട് മാർക്കറ്റിൽ. ICICI ബാങ്ക് പോലുള്ള നല്ല സ്റ്റോക്സ് ഉണ്ട്, നല്ല റിട്ടേൺ കിട്ടുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ ആസ് എ ട്രേഡർ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ മാർക്കറ്റിൽ ഇപ്പൊ ട്രേഡിങ്ങിലൊക്കെ AI ഒരുപാട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ട്രെയിനിങ്ങുകളും പരസ്യങ്ങളും ഒക്കെ ഒത്തിരി വരുന്നുണ്ട്. ശരിക്കും അത്രമാത്രം നമ്മുടെ പരമ്പരാഗത ചാർട്ടുകളും മറ്റുമൊക്കെ അപ്രസക്തമാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഇത് എത്രമാത്രം വാസ്തവമാണ്? ഇത് ശരിയാണോ? ഇതുവരെ അത്രയും മെച്ചൂർഡ് ആയിട്ടില്ല. ആകുന്നില്ലെന്ന് ഞാൻ പറയില്ല, പക്ഷെ ടൈം എടുക്കും. ഇപ്പൊ ChatGPT എടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ യൂസ് ചെയ്യുക. അത് നമ്മൾ എന്താ പറയുക, കൺസിസ്റ്റന്റ് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല. അത് ട്രേഡിങ്ങിന് ഒരു പ്രശ്നമുണ്ട്. ഇപ്പം അൽഗോരിതമാറ്റിക് ട്രേഡിംഗ് എന്ന് പറയും. ഈ ചാർട്ടുകൾ തന്നെ നമ്മൾ അൽഗോരിതം
പിന്നെ നമ്മൾ ഒരു മിഷനോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ അവര് നമുക്ക് വേണ്ടി ട്രേഡ് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളത്. പക്ഷേ ഈ മില്യൺസ് പോലും ഇല്ല, കോടിക്കണക്കിന് ഫാക്ടേഴ്സ് അതിനകത്തുള്ളത്. ഇപ്പൊ രാവിലെ ട്രംപ് എത്ര മണിക്ക് എണ്ണീറ്റു എന്നുള്ളത് ഒരു ഫാക്ടർ ആയിരിക്കാം. അയാളുടെ മൂടാണ് മാർക്കറ്റിന് ഡിസൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ഫാക്ടേഴ്സ് ഉള്ളിടത്ത് എന്തൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഇപ്പം പുള്ളി എഴുന്നേക്കുന്ന ടൈം രാവിലെ മുതൽ ഒരു കുറെ വർഷത്തെ ടൈം ഒക്കെ അനലൈസ് ചെയ്തിട്ട് നാളെ ഇങ്ങനെ എണ്ണിക്കാം പ്രിഡിക്റ്റ് ചെയ്തിട്ട് നാളെ ഇങ്ങനെ എണ്ണിക്കും, ഇതായിരിക്കും മൂഡ്, അയാൾ വാദർവ ഇതായിരിക്കും പറയാൻ പോകുന്നത്, അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്ത് വരാം. പക്ഷെ ഇന്ന് ആസ് ഓഫ് ടുഡേ അത് അത്രയും ഡെവലപ്പ് ആയിട്ടില്ലേ, ആയേക്കാം. അടുത്ത 2-3 വർഷം കൊണ്ട് ചിലപ്പോൾ ആകാം. ആ ഒരു ലെവലിലേക്ക് ട്രേഡിംഗ് ഡെവലപ്പ് ആയിട്ടില്ല ഇപ്പോൾ. ഓക്കെ സാർ, ഓക്കെ. നമ്മൾ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇൻവെസ്റ്റ്മെന്റിനായാലും ട്രേഡിങ്ങിനെ കുറിച്ചായാലും വളരെയേറെ കാര്യങ്ങൾ താങ്കൾ വിശദീകരിച്ചു. നിക്ഷേപകർക്കും ട്രേഡേഴ്സിനും ഒക്കെ അത് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. താങ്ക് ു സാർ. താങ്ക് യു. സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക, സേഫ് സൈഡിൽ നിൽക്കുക. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു.